ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ്. 96,631 ഭക്തർ ഇന്നലെ മാത്രം ദർശനം നടത്തി. കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ പുല്ലുമേട് സത്രം പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. പുല്ലുമേട് സത്രം വഴിയുള്ള സ്പോട്ട് ബുക്കിംഗ് പരിധി 1000 കുറച്ചാണ് നിയന്ത്രണം. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഒട്ടും കുറവില്ലല്ലോ തീർത്ഥാടകരുടെ എണ്ണം. എനിക്ക് തോന്നുന്നു ഈ മണ്ഡലകാലത്തിൽ ഇതുവരെയും തിരക്ക് കുറഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടില്ല. ഇന്നെന്താണ് കാഴ്ചകൾ? കൃഷ്ണരാജ്, ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ കാണുന്ന കാഴ്ച തന്നെയാണ്. തിരക്കാണ്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ട്. ഇപ്പോൾ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ 1.5 ലക്ഷത്തിനടുത്ത് ഭക്തർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കാനനപാതകളിലൂടെ എത്തി. പുല്ലുമേട് സത്രം പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടപ്പെരിയാർ സത്രം പാതയിലൂടെ ദിവസം 1000 സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ചാണ് ഭക്തരെ ഇനി കടത്തിവിടുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് പരിധി ഈ പുല്ലുമേട് സത്രം പാതയിലൂടെയുള്ളത് 1000 ആക്കി നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പുല്ലുമേട് സത്രം പാതയിലൂടെ ഭക്തരെ കടത്തിവിടുന്നത്. ഭക്തരുടെ എണ്ണം കാനനപാതയിലൂടെ വർദ്ധിച്ചതിനാൽ ഈ മേഖലയിൽ വനം വകുപ്പിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധനയും കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസമായി 1 ലക്ഷത്തിന് അടുത്ത് ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ച 97,000 മുകളിൽ ഭക്തരും 1 ലക്ഷത്തിന് ഏകദേശം ചെറിയ വ്യത്യാസം മാത്രം ഉണ്ടായപ്പോൾ ഇന്നലെയും സമാനമായി തന്നെ 96,000 മുകളിൽ ഭക്തർ ദർശനം നടത്തി. ഇനി മണ്ഡലപൂജയോട് അടുക്കുന്ന ദിവസങ്ങൾ, ഒപ്പം തന്നെ അവധിയുടെ ദിവസങ്ങൾ, ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുഞ്ഞയ്യപ്പന്മാരുമൊക്കെയായി ധാരാളം ഭക്തർ ഇനി എത്തുന്നതിനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചുകൊണ്ട് തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എന്ന പോലെ തന്നെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നു. ഒപ്പം തന്നെ നിലയ്ക്കൽ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായാണ് കഴിഞ്ഞ ദിവസങ്ങൾ 1 മാസക്കാലം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയതുപോലെ തന്നെ നിലയ്ക്കൽ നിന്നും ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സന്നിധാനവും സന്നിധാന പരിസരവുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ച. പ്രത്യേകിച്ച് അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിയത്. സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലായി ദർശനം കഴിഞ്ഞ ഭക്തരും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക്, അത് ദർശനം കഴിഞ്ഞ് തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അരവണ കൗണ്ടറിന് മുൻഭാഗം, അന്നദാന മണ്ഡപം, മരാമത്ത് ഓഫീസിന് മുൻഭാഗം, ഈ ഭാഗങ്ങളിലൊക്കെ ദർശനം കഴിഞ്ഞ് വിരിവെച്ച് വിശ്രമിക്കുന്ന ഭക്തരുടെ വലിയ തിരക്ക്, സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ വരുമാന വർധനവും ഉണ്ടായ ഒരു തീർത്ഥാടന കാലമാണ്. ഏകദേശം 35 ലക്ഷത്തിന് മുകളിൽ ഭക്തർ ഈ 34 ദിവസം കൊണ്ട് ദർശനം നടത്തിയെന്നാണ് കണക്ക്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് ഭക്തർ എല്ലാ ദിവസവും ദർശനത്തിന് എത്തുന്നുണ്ട്. 80,000-നും 1 ലക്ഷത്തിനും ഇടയിൽ ഭക്തർ ഈ തീർത്ഥാടന കാലം ആരംഭിച്ച മുതൽ ദിവസവും ശരാശരി ദർശനം നടത്തുന്നുണ്ട്. അരവണ വിൽപ്പനയിലൂടെ മാത്രം 106 കോടി രൂപയ്ക്ക് മുകളിലാണ് ഈ 30 ദിവസം പിന്നിട്ടപ്പോൾ വരുമാനം ലഭിച്ചെന്നുള്ള കണക്ക്. ഒപ്പം 210 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ സന്നിധാനത്ത് നടവരവിലൂടെ വർധനവ് ഉണ്ടായത്. അരവണയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് 20 അരവണ ടിന്നുകൾ മാത്രം നൽകുകയുള്ളൂ എന്നുള്ള നിയന്ത്രണം ഇനിയുള്ള ദിവസങ്ങളിലും തുടർന്നു പോകും. അരവണ കരുതൽ ശേഖരത്തിലുണ്ടായിരിക്കുന്ന കുറവാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം. ഇപ്പോൾ 10 ലക്ഷം ടിൻ അരവണ മാത്രമാണ് കരുതൽ ശേഖരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ഒരു ദിവസം 30 ലക്ഷം അരവണ 3 ലക്ഷം അരവണ കരുതൽ ശേഖരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. പ്രതിദിന വിൽപ്പന 4 ലക്ഷത്തിന് മുകളിലുമാണ്. ഇങ്ങനെ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവ് മൂലം അരവണ പ്രതിസന്ധി ഇനി ഉള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴേ മുൻകരുതൽ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക്, ഇനിയുള്ള ദിവസങ്ങളിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്കയങ്കി ഘോഷയാത്ര ഡിസംബർ 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഡിസംബർ 26-ന് സന്നിധാനത്ത് എത്തും. മണ്ഡലപൂജ വരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഫ്ലൈ ഓവർ നമുക്കിപ്പോൾ കാണാം. ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ ഭക്തരാണ്. സോപാനത്തിനടുത്തേക്ക് എത്തുന്ന ഭക്തരുടെ തിരക്കാണ് ഈ കാണുന്നത്. വളരെ സാവധാനമാണ് ഫ്ലൈ ഓവറിലെ ക്യൂ മുന്നോട്ട് നീങ്ങുന്നത്. 18-ാം പടി മിനിറ്റിൽ 60 മുതൽ 70 ഭക്തരെ കടത്തിവിട്ട് ഫ്ലൈ ഓവറിലേക്ക് ഭക്തരെത്തുമ്പോൾ വളരെ സാവധാനം, സന്നിധാനത്തെ മുഴുവൻ മണിക്കൂറുകളും ഈ തിരക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവറിലെ ക്യൂ സാവധാനം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളിൽ നിന്ന് സൂക്ഷ്മമായ പരിശോധന നടത്തിയാലും ഇതിൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തർ ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും എത്താൻ സാധിക്കുന്നതാണ്. മിഥുൻ, അതായത് ഈ കാനനപാത വഴിയുള്ള ഭക്തരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കുറവ് വരുത്തിയെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം
ഭക്തരാണ് പുല്ലുമേട് സത്രം വഴിയൊക്കെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. എന്തുകൊണ്ടാവും ഇത്തവണ എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൂടുതൽ ഭക്തർ കാനനപാത വഴി വരുന്നത് നമ്മൾ കണ്ടതാണ്? എന്തുകൊണ്ടാവും അത്? കൃഷ്ണരാജ്, അയൽ സംസ്ഥാന ഭക്തർ ഈ കാനനപാത വഴിയുള്ള ആ പ്രകൃതി ഭംഗിയും ഒപ്പം നൊയമ്പൊക്കെ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് അയ്യൻ്റെ സന്നിധിയിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടുതലായി കാനനപാത തിരഞ്ഞെടുക്കുന്നുണ്ട് ഇത്തവണ. മലയാളികളാണ് നേരത്തെ കാനനപാതയിലൂടെ കൂടുതലായി എത്തിയിരുന്നുവെങ്കിൽ, പക്ഷേ ഇത്തവണ അയൽ സംസ്ഥാന ഭക്തരും എരുമേലി അഴുതക്കടവ് പാതയിലൂടെയും ഒപ്പം തന്നെ സത്രം പുൽമേട് പാതയിലൂടെയും സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഈ കാനനപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ വരെ മലയാളികളാണ് കൂടുതലായി ഈ കാനനപാതകൾ തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഇത്തവണ മലയാളികൾക്കൊപ്പം തന്നെ അയൽ സംസ്ഥാന ഭക്തരും ഈ കാനനപാത തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പുൽമേട് പാതയുടെയൊക്കെ ദൃശ്യഭംഗിയുമൊക്കെ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കാനനപാതയിലൂടെ എത്തുമ്പോൾ ഉള്ള ആ കാനനപാത സഞ്ചരിച്ച് വ്രതാനുഷ്ഠാനത്തോടു കൂടി എത്തുമ്പോൾ ഉള്ള ആ ഒരു പവിത്രതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടുതൽ ഭക്തരും എത്തിയിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലാണ്. സ്വയം ശാരീരിക ക്ഷമത പരിശോധിച്ചു വേണം ഈ കാനനപാത തിരഞ്ഞെടുക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ അധികൃതർ ഈ ഭക്തർക്ക് നൽകുന്നുണ്ട്. കാരണം 16 കിലോമീറ്റർ ഉണ്ട് പുൽമേട് സത്രം പാത. ചെങ്കുത്തായ ഭാഗങ്ങളിലൂടെ വേണം സഞ്ചരിച്ച് പുൽമേട് സത്രം പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ചില സമയങ്ങളിലൊക്കെ ഈ കാനനപാതകളിൽ കുടുങ്ങിപ്പോവുകയും റെസ്ക്യൂ ടീം, ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ഒക്കെ സംഘം ഇവിടെ എത്തി ഭക്തരെ തിരികെ കൊണ്ടുവരേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അധികൃതർക്കിടയിൽ നിന്നും, പ്രത്യേകിച്ച് വൈദ്യർ, മറ്റ് ഡോക്ടർ, മറ്റ് ഫയർഫോഴ്സ്, പോലീസ് വിഭാഗങ്ങൾക്കിടയിൽ നിന്നൊക്കെ ഭക്തർക്ക് നൽകുന്ന ഒരു നിർദ്ദേശം, നിങ്ങൾ സ്വയം ശാരീരികക്ഷമത പരിശോധിച്ച് ഈ 16 കിലോമീറ്റർ ചെങ്കുത്തായ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഭക്തർ മാത്രമേ ഈ ഭാഗത്തൂടെ വരാവുള്ളൂ. അല്ലാത്തവർ പരമ്പരാഗത പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകുന്നുണ്ട്. ഒപ്പം എരുമേലി അഴുതക്കടവ് പാതയിലൂടെ 46 കിലോമീറ്റർ ആണുള്ളത്. ഈ 46 കിലോമീറ്ററും കാൽനടയായി സഞ്ചരിച്ച് സന്നിധാനത്തേക്ക് ഈ വഴി തിരഞ്ഞെടുക്കുന്ന ഭക്തരും എത്തണം. ഈ രണ്ട് വഴികളിലൂടെയും എരുമേലി സത്രം പരമ്പരാഗത കാനന പാതയിലൂടെയും ഒപ്പം വണ്ടിപ്പെരിയാർ സത്രം പാതയിലൂടെയും മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തർ, പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാർ, ആന്ധ്ര, കർണാടക ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ ഈ കാനനപാതകളുടെ ഒരു ഭംഗി, ഒപ്പം കാനനപാതയിലൂടെ എത്തുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തവണ സന്നിധാനത്തേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ കാനനപാതയിലൂടെ ഉള്ള ഭക്തരുടെ സഞ്ചാരം വർദ്ധിക്കുന്നതിനുള്ള കാരണം. ഔദ്യോഗിക കണക്ക് പ്രകാരം സത്രം പുൽമേട് പാതയിലൂടെ ദിവസം 4000-നും 6000-നും ഇടയിൽ ഭക്തരാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം പ്രതിദിനം ശരാശരി സന്നിധാനത്തേക്ക് എത്തിയത്. എരുമേലി അഴുതക്കടവ് പാതയിലൂടെ 1500-നും 3000-നും ഇടയിൽ ഭക്തർ പ്രതിദിനം ശരാശരി സന്നിധാനത്തേക്ക് എത്തി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ കണക്ക്. അതോടൊപ്പം തന്നെ എരുമേലി സത്രം പാതയിലൂടെ 46 കിലോമീറ്റർ താണ്ടി കാൽനടയായി സഞ്ചരിച്ചെത്തുന്ന ഭക്തർ സന്നിധാനത്തെത്തിയാൽ വീണ്ടും മരക്കൂട്ടം മുതലുള്ള ക്യൂവിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിന് പരിഹരിക്കുന്നതിന് വേണ്ടി എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് സ്പെഷ്യൽ പാസ് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ തീർത്ഥാടന ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് കാണാനാകുന്നത്. ഇന്നലെയും 1 ലക്ഷത്തിന് അരികെ പേർ സന്നിധാനത്തെത്തി ദർശനം നടത്തി. ഈ പുല്ലുമേട് സത്രം വഴിയുള്ള ഭക്തജന തിരക്കും കൂടുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ 5000 എന്നത് 1000 ആക്കി പാസുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അപ്പോഴും ഈ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ സ്പെഷ്യൽ പാസുകൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി.